നമസ്കാരം. മിഡിൽ ഈസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിദേശികളായ അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നത് വെല്ലുവിളിയാകുന്നുവെന്ന് കുവൈറ്റ്. തൊഴിലാളികളുടെ വരവ് നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം സമർപ്പിക്കുമെന്ന് താമസകാര്യ വകുപ്പ്. ജനസംഖ്യാനുപാതം ക്രമീകരിക്കുന്നതിനായി 4 പദ്ധതികൾ സമർപ്പിക്കാനും ആലോചന. സഹകരണ ബാങ്ക് സമരത്തിൽ UDF-ൽ ഭിന്നത. CPM-മായി സംയുക്ത സമരമില്ലെന്ന് VM സുധീരൻ. അന്തിമ തീരുമാനം UDF യോഗത്തിന് ശേഷമെന്ന് രമേശ് ചെന്നിത്തല. യോജിച്ച സമരം വേണമെന്ന് മുസ്ലിം ലീഗ്. നോട്ടുകൾ സ്വീകരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയതിനെതിരെ ജില്ലാ ബാങ്കുകൾ സുപ്രീം കോടതിയിലേക്ക്. കുവൈത്തിൽ വിദേശികളായ അവിദഗ്ധ തൊഴിലാളികളുടെ ആധിക്യം വെല്ലുവിളിയാകുന്നതായി താമസകാര്യ വകുപ്പ്. പ്രാദേശിക പത്രവുമായുള്ള അഭിമുഖത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസകാര്യ വകുപ്പ് മേധാവി തലാൽ മഹ്റഫി രാജ്യത്തെ അവിദഗ്ധ തൊഴിലാളികളുടെ ആധിക്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചത്. അവിദഗ്ധരായ വിദേശികളുടെ വരവ് നിയന്ത്രിക്കുന്നതിനും രാജ്യത്തുള്ളവരുടെ എണ്ണം കുറയ്ക്കുന്നതിനും 4 നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സമർപ്പിക്കുമെന്നും താമസകാര്യ വകുപ്പ് മേധാവി പറഞ്ഞു. രാജ്യത്തെ വിദേശ തൊഴിലാളികളിൽ 80% അവിദഗ്ധരാണെന്നും ജനസംഖ്യാനുപാതത്തിൽ ഭീമമായ അന്തരമുണ്ടാക്കുന്ന തരത്തിൽ ഇന്ത്യ പോലുള്ള ചില രാജ്യക്കാരുടെ എണ്ണം ഗണ്യമായി കൂടുന്നത് ഗൗരവമായി കാണുമെന്നും താമസകാര്യ വകുപ്പ് മേധാവി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചുവരുന്ന MP-മാർക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉത്തരവാദിത്തമുണ്ട്. ജനസംഖ്യാനുപാതം ക്രമീകരിക്കുന്നതിനായി 4 പദ്ധതികൾ പുതിയ പാർലമെന്റിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സേവനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം വിദേശികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസിൽ വർധന വരുത്തുക, സ്പോൺസർമാരിൽ നിന്നും കമ്പനികളിൽ നിന്നും ഒളിച്ചോടിയെത്തുന്ന തൊഴിലാളികൾക്ക് അഭയം നൽകുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തുക, തൊഴിലാളികളെ ഒളിച്ചോട്ടത്തിന് പ്രേരിപ്പിക്കുന്നവർക്കും ശിക്ഷ കടുപ്പിക്കുക, താമസ നിയമം ലംഘിക്കുന്ന വിദേശികൾക്കുള്ള പിഴസംഖ്യ ഇരട്ടിയാക്കുക എന്നിവയാണ് മന്ത്രാലയം മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ. ഈ 4 നിർദ്ദേശങ്ങളും നടപ്പാക്കുന്നതിനാവശ്യമായ രൂപരേഖ തയ്യാറായിട്ടുണ്ടെന്നും പുതിയ പാർലമെന്റിന്റെയും മന്ത്രിസഭയുടെയും അംഗീകാരം മാത്രമാണ് ഇനി ആവശ്യമെന്നും തലാൽ അൽ മഹ്റഫി പറഞ്ഞു. കുടുംബ വിസയും സന്ദർശക വിസയും അനുവദിക്കുന്നതിനുള്ള ശമ്പള പരിധി കൂട്ടിയത് വിദേശികളുടെ വരവ് കുറക്കാൻ ഇടയാക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാരല്ലാത്ത വിദേശികൾക്ക് പ്രവേശന നിയന്ത്രണം. പുതിയ സുരക്ഷാ ക്രമീകരണം അനുസരിച്ച് യാത്രക്കാരന് മാത്രമേ വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കൂ എന്ന് സുരക്ഷാ വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രയാക്കാൻ വരുന്ന ബന്ധുക്കൾക്കും മറ്റും ഇനി പ്രധാന കവാടത്തിന് പുറത്തു നിൽക്കേണ്ടി വരും. എയർപോർട്ട് സെക്യൂരിറ്റി ഡയറക്ടറായി പുതുതായി ചുമതലയേറ്റ ബ്രിഗേഡിയർ വലീദ് അൽ സ്വാലിഹാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്തും വിമാനത്താവളത്തിനകത്തെ തിരക്കൊഴിവാക്കാനുമാണ് യാത്രക്കാരല്ലാത്ത വിദേശികളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നത്. വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രണം സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി ബ്രിഗേഡിയർ വലീദ് അൽ സ്വാലിഹ് പറഞ്ഞു. ഒരാളെ യാത്രയയക്കാൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേർ ഒന്നിച്ചെത്തുന്നത് വിമാനത്താവളത്തിലെ തിരക്ക് വർദ്ധിപ്പിക്കുന്നതായാണ് അധികൃതരുടെ വിലയിരുത്തൽ. നാട്ടിലേക്ക് പോകുന്നവരുടെ കൈവശം സാധനങ്ങൾ കൊടുത്തയക്കാനായി ആളുകളെത്തുന്നതും പരിശോധനാ ഭാഗത്ത് തിരക്ക് കൂടാൻ കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് സുരക്ഷാ വിഭാഗം സന്ദർശകരെ നിയന്ത്രിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. നിലവിൽ 50 ലക്ഷം യാത്രക്കാരാണ് കുവൈത്ത് വിമാനത്താവളം വഴി പ്രതിവർഷം യാത്ര ചെയ്യുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയ്ക്കനുസരിച്ചുള്ള സൗകര്യങ്ങളില്ലാത്തതിനാൽ യാത്രാ ചരക്ക് നീക്കങ്ങൾക്കും സുരക്ഷാ ക്രമീകരണങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പുതിയ യാത്രാ ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ദമ്മാം നഗരസഭയുടെ നടപടി തുടരുന്നു. പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയ 145 സ്ഥാപനങ്ങൾ ഇതിനകം അടപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കാലാവധി തീർന്ന് ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങളും മറ്റും വിൽപ്പന നടത്തിയ കടകൾ കണ്ടെത്തി അടപ്പിച്ചത്. നിരവധി സ്ഥാപനങ്ങൾക്ക് അധികൃതർ പിഴ ചുമത്തിയിട്ടുണ്ട്. നിയമം പാലിക്കാതെ ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന 125 പേർക്കെതിരെ കേസെടുത്തു. 456 കിലോഗ്രാം ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ പിടികൂടി നശിപ്പിച്ചു. 82 തൊഴിലാളികളെ ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തു. 7000 പെട്ടി പഴങ്ങളാണ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഗോഡൌണുകളിൽ നിന്ന് പിടികൂടിയത്. ശീതീകരണ സംവിധാനങ്ങളില്ലാതെ ഭക്ഷ്യവസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ചിരുന്ന 5 വാഹനങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു. നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തി. ക്രമക്കേടുകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങളിൽ ചിലതിന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. സ്ഥാപനങ്ങൾക്കു പുറമെ ഗോഡൌണുകളിലും നഗരസഭാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാവുന്ന രീതിയിലുള്ള കച്ചവടങ്ങൾ അനുവദിക്കില്ലെന്നും വരും ദിവസങ്ങളിലും കർശനമായ പരിശോധന തുടരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 ദമാം.
വാർത്തകൾ തുടരുന്നു. നോട്ട് അസാധുവാക്കലിലൂടെ കേരളത്തിലെ വ്യാപാര, കാർഷിക, സാമ്പത്തിക രംഗങ്ങളിലുണ്ടായ പ്രതിസന്ധി പരിഗണിച്ച് കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. ഇതിന് കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മീഡിയ അബുദാബി സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് അനിൽ C. ഇടിക്കുള, സെക്രട്ടറി മുനീർ പാണ്ഡ്യാല എന്നിവർ സംബന്ധിച്ചു. മിഡിൽ ഈസ്റ്റിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഷാർജ ആസ്ഥാനമായുള്ള ഗൾഫ് ടുഡേ ദിനപത്രത്തിന്റെ എഡിറ്ററുമായിരുന്ന PV വിവേകാനന്ദന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസിന് 1 ലക്ഷം രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചിരന്തന സാംസ്കാരിക വേദിയും UAE എക്സ്ചേഞ്ചും ചേർന്നാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. പ്രഥമ മലയാള ദിനപത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ രംഗത്ത് അഗ്രഗാമിയാവാൻ സാധിച്ച ഗൾഫ് മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററായ VK ഹംസ അബ്ബാസ്, അദ്ദേഹത്തിനാണ് PV വിവേകാനന്ദൻ സ്മാരക അവാർഡ്, ആദ്യത്തെ അവാർഡ്. വിവേകാനന്ദിന്റെ 3ാം ചരമവാർഷിക ദിനമായ ഡിസംബർ 4-ന് ദുബൈയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ചിരന്തന പ്രസിഡന്റ് പുന്നക്കൻ മുഹമ്മദ് അലിയും UAE എക്സ്ചേഞ്ച് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഗോപകുമാർ ഭാർഗവനും ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗൾഫിലെ മലയാള പത്രങ്ങളിൽ മുൻനിരയിലുള്ള ഗൾഫ് മാധ്യമത്തിന്റെ മുഖ്യപത്രാധിപരായ ഹംസ അബ്ബാസ് പ്രവാസി സമൂഹത്തിന്റെ നിരവധി പ്രശ്നങ്ങളാണ് അധികൃതരുടെ മുന്നിലെത്തിക്കാൻ കാര്യമായി യത്നിച്ചതെന്ന് അവാർഡ് സമിതി വിലയിരുത്തി. മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായം കുറിച്ച പത്രാധിപരാണ് VK ഹംസ അബ്ബാസ് എന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1 ദുബൈ. ഷാർജ പുസ്തകമേളയുടെ ഭാഗമായി മീഡിയ 1 ചാനൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ UR ഓൺ എയർ വാർത്താ വായനാ മത്സരത്തിന്റെ സമാപന ദിവസത്തെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ദുബൈ മീഡിയ സിറ്റിയിലെ മീഡിയ 1 ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു സമ്മാന വിതരണം. ജെംസ് ഔറോൺ ഇന്ത്യൻ സ്കൂളിലെ കാർത്തിക വിജയ്, അജ്മാൻ അല്ലമീർ സ്കൂളിലെ ഫെമിന ഖാൻ, അല്ലൈൻ ഒയാസിസ് ഇന്റർനാഷണൽ സ്കൂളിലെ ഫഹീം ഇബ്രാഹിം, ഷാർജ ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂളിലെ ഷിഫാനി മസൂർ ഷാ, ഷാർജ ഇന്ത്യൻ സ്കൂളിലെ നന്ദിത ബാലകൃഷ്ണൻ, ഷാർജ ഔറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ സഹ്ല, അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിലെ ലിയ എലിസബത്ത് അലക്സ്, അല്ലൈൻ ദാറുൽ ഹുദ ഇസ്ലാമിക് സ്കൂളിലെ അലീഷ എന്നിവരാണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഷബീർ ബക്കർ, നാസർ, സവാബ് അലി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസം സമാപിച്ച ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ മീഡിയ 1 ഒരുക്കിയ പവലിയനിൽ 1000-ഓളം കുട്ടികളാണ് വാർത്താവായന മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. മീഡിയ 1 ദുബൈ. പ്രവാസി കൗൺസിൽ സലാലയിൽ ഒമാന്റെ ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗർബിയയിൽ നടന്ന പരിപാടി ദോഫാർ മുനിസിപ്പാലിറ്റിയിലെ അബ്ദുള്ള സബാഹ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റ് സുന്ദരേശൻ കൊട്ടിയം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊല്ലം ഗോപകുമാർ, R മനോഹരൻ, V ലക്ഷ്മണൻ, MK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. സുൽത്താന്റെ ആരോഗ്യത്തിനായി പ്രത്യേക പ്രാർത്ഥനയും നടത്തി. മധുരപലഹാര വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. ഉസ്മാൻ വാടാനപ്പള്ളി സ്വാഗതവും NP ഷംസീർ നന്ദിയും പറഞ്ഞു. വായനാശീലം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ദുബൈ കസ്റ്റംസ് ട്രെയിനിംഗ് സെന്ററിനു കീഴിലെ ദുബൈ കസ്റ്റംസ് ലൈബ്രറി 10,000 പുസ്തകങ്ങൾ വിതരണം ചെയ്യും. 4 പുസ്തകങ്ങൾ വീതം ഉൾക്കൊള്ളിച്ച കിറ്റ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫൗണ്ടേഷന്റെ പങ്കാളിത്തത്തോടെ സ്കൂളുകളിലും സർവകലാശാലകളിലുമാണ് വിതരണം ചെയ്യുക. അറിവുള്ള തലമുറയെ വളർത്തിയെടുക്കാനുള്ള ദുബൈ നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ പിൻപറ്റിയാണ് ദുബൈ വായനാ യജ്ഞം നടത്തുന്നതെന്ന് കസ്റ്റംസ് ഡയറക്ടർ അഹമ്മദ് മഹബൂബ് മുസാഫിക് പറഞ്ഞു. ചൈൽഡ് സേഫ്റ്റി ഫസ്റ്റ് എന്ന പ്രമേയത്തിൽ അബുദാബി സർക്കാർ രൂപം നൽകിയ സ്വതന്ത്ര ജീവകാരുണ്യ കൂട്ടായ്മയായ എമിറേറ്റ്സ് ഫൗണ്ടേഷൻ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തുന്ന ശിശു സുരക്ഷാ വാരാചരണത്തിന് തുടക്കമായി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് 22 വരെ UAE-ലാകെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ നടക്കുക. പ്രവാസി ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ പ്രവാസികൾക്കായി പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ ദുബൈ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജനകീയ ബദലിന് രൂപം നൽകുകയാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ലക്ഷ്യം. കൃഷ്ണദാസ്, സഖറിയ, പ്രദീപ് മേനോൻ, ഉസ്മാൻ കാടാമ്പുഴ, അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ, അഷ്റഫ്, KL ഗോപി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മസ്കത്തിലെ വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ ദേശീയ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ആഘോഷ ചടങ്ങിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഒമാൻ പതാകയുടെ വർണ്ണത്തിലൊരുക്കിയ കുട്ടികളുടെ പരേഡ് ശ്രദ്ധേയമായി. സ്കൂൾ പ്രിൻസിപ്പൽ DN റാവു, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഹർഷദ് ഷാ,
സീനിയർ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ജയരാജൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒമാനിലെ പ്രമുഖ പണമിടപാട് സ്ഥാപനമായ ഹംദാൻ എക്സ്ചേഞ്ച് ഉപഭോക്താക്കൾക്കായി സംഗീത നൃത്ത ഹാസ്യ പരിപാടി ഒരുക്കുന്നു. ശ്രീരാഗം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ഈ മാസം 24-ന് മസ്കത്തിലെ ഖുറം ആഫി തിയേറ്ററിൽ വെച്ച് അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ഇന്ദ്രമണി പാണ്ഡെ മുഖ്യ അതിഥിയാകുന്ന പരിപാടിയിൽ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KT റബിയുള്ളയെ ആദരിക്കും. മലയാളത്തിന്റെ പ്രിയ ഗായകൻ MG ശ്രീകുമാർ നയിക്കുന്ന സംഗീത നിശയും കോമഡി താരം പാഷാണം ഷാജി ഒരുക്കുന്ന ഹാസ്യവിരുന്നും പരിപാടിക്ക് മാറ്റുകൂട്ടും. ബാലഗായിക ശ്രേയ, സിനിമാ പിന്നണി ഗായകരായ സിത്താര, റഹ്മാൻ, ഹാസ്യതാരങ്ങളായ നവോദയ ഷാജു, മനോജ് കിന്നസ്, ഷിബു ലബാൻ, ഉല്ലാസ് പന്തളം തുടങ്ങിയവരും വേദിയിൽ അണിനിരക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നോർക്ക റൂട്ട്സിന്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രവാസി സാംസ്കാരിക വേദി ജിദ്ദയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം റീജിയണൽ മാനേജർ അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. കൊമേഴ്സ്യൽ മാനേജർ ഷാജി ഹമീദ്, ബ്രാഞ്ച് ജനറൽ മാനേജർ റിൽസ് മുസ്തഫ, പ്രവാസി സാംസ്കാരിക വേദി നേതാക്കളായ മെഹബൂബ് അലി പത്തപ്പരിയം, ഉസ്മാൻ പാണ്ടിക്കാട്, ഇസ്മായിൽ കല്ലായി എന്നിവർ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹീം ഒതുക്കുങ്ങൽ സ്വാഗതവും ഷാഫി കോഴിക്കോട് നന്ദിയും പറഞ്ഞു. നോർക്ക ID കാർഡ് അപേക്ഷ, ക്ഷേമനിധി പദ്ധതികൾക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യം എന്നിവ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് ഹെൽപ്പ് ഡെസ്കിൽ ലഭ്യമാകും. ദമാമിലെ ബദർ ഖുർആൻ സ്റ്റഡി സെന്റർ 10ാം വാർഷികം ഡിസംബർ 2-ന് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ കേരള പോലീസ് മേധാവി അലക്സാണ്ടർ ജേക്കബ്, മാധ്യമം മീഡിയ 1 ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹ്മാൻ, ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. PT അബ്ദുൾ റഷീദ്, മുഹമ്മദ് ഷാഫി, അബ്ദുൽ നാസർ, ഷാജി അറക്കിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുവൈത്തിന്റെ വടക്കൻ പ്രദേശമായ സുബിയയിൽ 7300 വർഷം പഴക്കമുള്ള മനുഷ്യ വിരലടയാളം കണ്ടെത്തി. കുവൈത്ത് പുരാവസ്തു വകുപ്പ് മേധാവി ഡോക്ടർ സുൽത്താൻ അൽ ദുവൈഷാണ് ശിലായുഗ കാലത്തെ വിരലടയാളം കണ്ടെത്തിയെന്ന വിവരം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പാത്രങ്ങൾ, വീടുകൾ, ശ്മശാനങ്ങൾ, കിണറുകൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ പ്രദേശത്തു നിന്ന് കണ്ടെത്തിയിരുന്നു. ട്രാഫിക് പിഴയിൽ 50% ഇളവ് നൽകാൻ ഉമ്മുൽ ഖുവൈൻ അധികൃതർ തീരുമാനിച്ചു. നവംബർ 20 മുതൽ ഡിസംബർ 31 വരെയായിരിക്കും ഇളവോടെ പിഴ അടയ്ക്കാനുള്ള സമയം. UAEയുടെ 45ാം ദേശീയ ദിനാഘോഷ ഭാഗമായാണ് ഇളവ് ഏർപ്പെടുത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രശസ്ത ക്ലബ്ബായ മുസാഫിർ FC അൽ മദീനയുടെ 2016-17 വർഷത്തെ ജേഴ്സി പ്രകാശനം ചെയ്തു. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റി മജ്ലിസിൽ ഡോക്ടർ ഹമദ് അബ്ദുള്ള അൽ ജാബിരി, ഷംസുദ്ദീൻ നെല്ലറയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. അദ്നാൻ അൽ ജാബിരി, അഹമ്മദ്, ഉസ്മാൻ കരപ്പാത്ത്, PK ഹസൻ, സയ്യദ് ഷഹീർ, UK അബ്ദുൽ അസീസ് ദുൽഖർണി എന്നിവർ സംബന്ധിച്ചു. ഇന്ത്യയും UAEയും തമ്മിലുള്ള നയതന്ത്ര സൗഹൃദം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് E അഹമ്മദ് MP അഭിപ്രായപ്പെട്ടു. UAEയുടെ 45ാമത് ദേശീയ ദിനാഘോഷ ഭാഗമായി ദുബായ് KMCC സംഘടിപ്പിച്ച സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PK അൻവർ നഹ അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം എളേറ്റിൽ ആശംസ നേർന്നു. ഹസൈനാർ ഹാജി, ഷാഫി മുട്ടം, VP ഷഫീഖ് എന്നിവർ സംബന്ധിച്ചു. വിവിധ കായിക ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ 100 കണക്കിന് ആളുകൾ മാറ്റുരച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റ് അവസാനിക്കുകയാണ്. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.